വിവോയുടെ ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ദാ അടുത്ത ഒരു ക്യാമറ സെൻട്രിക് ഫോൺ വന്നിരിക്കുകയാണ്. അതായത് വിവോയുടെ V50E. ഒരു നല്ല ലക്ഷറി ഡിസൈൻ, അതേപോലെ തന്നെ ഒരു ബെസ്റ്റ് ക്യാമറ എക്സ്പീരിയൻസ് ഒക്കെയാണ് കമ്പനി ഈ ഒരു ഫോണിൽ അവകാശപ്പെടുന്നത്. സോ എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളുള്ളത് നമുക്ക് ഇപ്പോഴൊന്ന് അൺബോക്സ് ചെയ്ത് പരിശോധിക്കാം. സോ അപ്പോൾ ഇതാണ് ഫോണിന്റെ ബോക്സ്. വിവോ V50 എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഫോണാണ് ഇരിക്കുന്നത്. ഈ കാണുന്നതാണ് അതിന്റെ ഡിസൈൻ. ഓക്കെ, നന്നായിരിക്കുന്നു അല്ലേ? രണ്ട് കളറൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ പറയാം. അതിന് മുമ്പ് ബോക്സിൽ വേറെ കേസ്, ഡോക്യുമെന്റേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 90 വാട്ടിന്റെ ചാർജറാണ് വരുന്നത്, ചാർജിങ് കേബിൾ ഉണ്ട്, സിം ടൂൾ ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബോക്സിൽ. പതിവായിട്ടുള്ള പാക്കിംഗ് തന്നെ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഫോണിലേക്ക് വരാം. ദാ ഈ കാണുന്നതാണ് വിവോയുടെ V50E. എങ്ങനെയുണ്ട് സംഗതി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പൊതുവേ വിവോയുടെ ഫോണുകളുടെ ഒരു രീതിയാണ് നല്ല ലക്ഷറി, പ്രീമിയം, വളരെ ക്യൂട്ടായ, നൈസായ, സ്ലിമ്മായ ഡിസൈനൊക്കെയാണ് ഇവർ ചെയ്യാറുള്ളത്. അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. നന്നായിട്ട് കാണാനുണ്ട് ഇവിടെ. ഇത് രണ്ട് കളറിൽ വരുന്നുണ്ട്. ഒന്ന് പേൾ വൈറ്റ്, സഫയർ ബ്ലൂ. പേൾ വൈറ്റ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഡുവൽ റിംഗ് ക്യാമറ മോഡ്യൂളാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ ഒരു ഓറ ലൈറ്റിന്റെ ആ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ക്യാമറയുടെ സെക്ഷനിൽ പറയാം. ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അൾട്രാ സ്ലിം ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ എന്നാണ് പറയുന്നത്. IP68, 69 തുടങ്ങിയ റേറ്റിംഗ് ഒക്കെ ഉണ്ട്. സോ വെള്ളത്തിൽ വീണാലും അത്യാവശ്യം ഫോഴ്സിൽ വെള്ളം അടിച്ചാലൊന്നും പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. നല്ല സ്ട്രോങ് ആയ ബിൽറ്റ് ആണ്. 186 ഗ്രാമിന്റെ വെയിറ്റ് ഒക്കെയാണ് വരുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ സെൻസർ ആണ്. അതിലൊന്നും വിഷയങ്ങളില്ല, എല്ലാം സെറ്റാണ്. ഡിസൈൻ ഇപ്പൊ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. വളരെ സ്ലിമ്മായ, നൈസായ, ക്യൂട്ടായ ഒരു ഫോൺ വിവോ V50E. വിവോയുടെ ഫോണിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ക്യാമറയാണ് മെയിൻ. സോ ക്യാമറയെ കുറിച്ച് തന്നെ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവൻ ബാക്കിയല്ല. 50 മെഗാ പിക്സലിനാണ് മെയിൻ ക്യാമറ. 8 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. 50 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. സോ ടോട്ടലി നല്ല ക്യാമറ സെറ്റപ്പ് ആണ്. സാമ്പിളുകൾ കാണാം. നൈസ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഫോട്ടോസ് ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇവർ ഈ ഫോണിൽ സ്പെഷ്യലായിട്ട് എടുത്തു പറയുന്നത് സോണിയുടെ മൾട്ടി ഫോക്കൽ പ്രോ പോർട്രേറ്റ് ഇമേജുകൾ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. സാമ്പിൾ കണ്ടു നോക്കിക്കോളൂ. 1x, അതായത് 26 mm ഫോട്ടോ ആണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട് സംഭവം? 39 mm ഫോട്ടോയും എടുക്കാൻ പറ്റും. അതാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കുക. 52 mm ഫോട്ടോ ആണ് ദാ ഈ കാണുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. മറ്റു ചില ഇമേജുകൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ക്യാമറ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൽ വെഡിങ് പോർട്രേറ്റ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അതായത് ഇതാ ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫ്രെയിം അടക്കമുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഫ്രെയിം ഫോട്ടോസ് ഇങ്ങനെ എടുത്ത് വെക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ക്യാമറയിലും സെൽഫി ക്യാമറയിലും 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സാമ്പിളുകൾ ഇതാ ഇവിടെ കാണുന്ന പോലെയാണ്. എങ്ങനെയുണ്ട് മെയിൻ ക്യാമറ വീഡിയോ? കൊള്ളാമോ എന്ന് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചൂസ് ചെയ്യാം കേട്ടോ. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ 4K വീഡിയോയും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ സെൽഫി ക്യാമറ 50 മെഗാ പിക്സലിനാണ് സെൽഫി ക്യാമറ. അതിലും 4K ഉണ്ട്. ഇതായി കാണുന്നതാണ് 4K വീഡിയോ സാമ്പിൾ. സെൽഫി ക്യാമറയുടെ എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഞാൻ കാണിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ക്യാമറ, ഫോട്ടോസ്, വീഡിയോസ് എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി. സോ എങ്ങനെയുണ്ട് വിവോ V50E? ക്യാമറയ്ക്ക് ഈ ഫോൺ കൊള്ളാമോ? നിങ്ങൾ തീരുമാനിക്കുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ചൂസ് ചെയ്യുക. ഇനി ഈ ഫോണിന്റെ അടുത്ത ഒരു പ്രധാന ഘടകം, വളരെ നൈസ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയുള്ള ഐറ്റം എന്ന് പറയുന്നത് ഒരു ഡിസ്പ്ലേ ആണ്. ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. ബെസ്റ്റ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ഒരു കംപ്ലൈന്റും പറയാനില്ല. ക്യൂട്ട്, നൈസ്. ഇവർ പറയുന്നത് ഇന്ത്യ സ്ലിമ്മസ്റ്റ് ക്വാഡ് കർവ്ഡ്, അൾട്രാ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേസ് ഉള്ള സ്മാർട്ട് ഫോൺ എന്നാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ 6.77 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ ക്വാഡ് കർവ്ഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 1300 നിറ്റ്സിന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ് തന്നെ വരുന്നുണ്ട്. സൺലൈറ്റ് വിസിബിലിറ്റി ഒന്നും പ്രശ്നങ്ങളില്ല. 1800 നിറ്റ്സിന്റെ ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസും വരുന്നുണ്ട്. സോ ആ മേഖലയിൽ ഒന്നും വേറെ ഇഷ്യൂസ് ഇല്ല. നല്ല ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഡിസ്പ്ലേ തരുന്നത്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. സാമ്പിൾ ജസ്റ്റ് ഒന്ന് കേൾക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ്. ക്ലാരിറ്റിക്കും വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഡീസൻറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് നോക്കേണ്ടത്. സംഭവം കൊള്ളാം. സോ അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ വന്നിട്ട് നല്ല ഒരു സെറ്റപ്പ് ആയിട്ട് ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പെർഫോമൻസ്, Dimensity 7300 എന്ന് പറയുന്ന പ്രോസറാണ്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ഒക്കെയാണ് വരുന്നത്. ഇതിന്റെ പെർഫോമൻസിൽ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം. സാധാരണ യൂസിനൊക്കെ നൈസായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സ്മൂത്താണ്. FunTouchOS 15 ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ആണ്. യാതൊരു വിഷയമില്ലാത്ത പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഗെയിമിംഗ് ഒക്കെ BGMI സ്മൂത്ത് എക്സ്ട്രീമിൽ ഇതായി കാണുന്ന പോലെ നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കും. ഈ വിലയ്ക്ക് ഗെയിമിങ്ങിന് വേണ്ടിയൊന്നും ഈ ഫോൺ ആരും എടുക്കരുത്. അതിനുള്ള ഒരു സെറ്റപ്പ് അല്ല ഇത്. ഇത് ക്യാമറ, നൈസായ ഡിസ്പ്ലേ, നൈസായ സ്ലിം ആയ ഫോൺ, ആ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. സോ അപ്പോൾ ഇത് വിവോയുടെ ഫോണുകൾ ഇങ്ങനെ തന്നെയാണ് വരാറ്. അതറിയാവുന്നവർ തന്നെയാണ് ഇത് എടുക്കേണ്ടത്. സോ പെർഫോമൻസിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നൈസായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സാധാരണ യൂസിന് ഓക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ FunTouchOS 15 ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ആണ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ FunTouchOSന്റെ ഭാഗത്തുള്ള ഒരുപാട് AI ഫീച്ചേഴ്സും വരുന്നുണ്ട്.
പ്രധാനപ്പെട്ട ഒരു മൂന്നാലെണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഒന്ന് അറിഞ്ഞു വെച്ചോളൂ. വിവോ ലൈവ് കോൾ ട്രാൻസ്ലേഷൻ, അതായത് കോൾ വന്ന് വരുമ്പോൾ നമുക്ക് അപ്പം തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണാം. ഇപ്പോൾ ഇംഗ്ലീഷിലാണ് അപ്പം നാളെ സംസാരിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഇവിടെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്ന സംവിധാനം. ആ കോളിൽ ലൈവ് കോൾ ട്രാൻസ്ലേഷൻ വന്നിരിക്കുകയാണ്. സോ യൂസ്ഫുൾ ആണ്. പക്ഷേ കുറച്ച് ലാംഗ്വേജുകളൊക്കെ ഉള്ളൂ, എന്നാലും അത് അറിയുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരം. പിന്നെ AI ട്രാൻസ്ക്രിപ്റ്റ് അസിസ്റ്റ്, അതായത് നമ്മൾ ഒരു ഓഡിയോ റെക്കോർഡിംഗ്, അതായത് ഇതിൻ്റെ വോയിസ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു ഓഡിയോ നോട്ടാക്കി കൺവേർട്ട് ചെയ്യാം. എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ അതിനെ ഈസി ആയിട്ട് റെക്കോർഡ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോട്ടാക്കി മാറ്റാൻ സാധിക്കും. പിന്നെ സർക്കിൾ ടു സെർച്ച് ജസ്റ്റ് താഴെ ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ സർക്കിൾ ടു സെർച്ചിൻ്റെ ഓപ്ഷൻ എനേബിൾഡ് ആവും. അവിടെ എന്താണോ സ്ക്രീനിലുള്ളത് സർക്കിൾ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. AI സ്ക്രീൻ ട്രാൻസ്ലേഷൻ, നമ്മുടെ സ്ക്രീനിൽ ഏത് ലാംഗ്വേജിൽ എന്ത് ഭാഷയുണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്തിട്ട് സ്ക്രീൻ ട്രാൻസ്ലേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രീനിലുള്ള സംഭവം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഞാൻ അവിടെ ഹിന്ദിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, സോ ഇംഗ്ലീഷ് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ആയി. പിന്നെ AI സൂപ്പർ ലിങ്ക്, അതായത് നെറ്റ്വർക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കുന്ന, ഏറ്റവും നല്ല നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല നെറ്റ്വർക്ക് എക്സ്പീരിയൻസ് തരുന്ന AI സൂപ്പർ ലിങ്ക് സംവിധാനം ഇതിനകത്തുണ്ട്. പിന്നെ AI ഇറേസർ 2.0, നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഈസി ആയിട്ട് സർക്കിൾ ചെയ്തുകൊണ്ട് നമുക്ക് ഇറേസ് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ AI എക്സ്പാൻഡർ, ഇത് ഇത്തിരി ഡിഫറൻ്റ് ആണ്, യൂസ്ഫുൾ ആണ്. ഒരു ചെറിയ ഇമേജിന് വേണമെങ്കിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യിപ്പിക്കാം. അതിൻ്റെ ഇമേജ് ഇത്തിരി കൂടി വൈഡർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് AI എക്സ്പാൻഡർ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഇമേജ് വലുതായി. സോ അത് ഇത്തിരി വ്യത്യസ്തമായ ഒരു സംഗതിയാണ്. സോ ഇങ്ങനെ ഒട്ടനവധി AI ഫീച്ചേഴ്സും ഈ ഫണ്ട ചോയ്സ് 15 ഭാഗത്ത് വരുന്നുണ്ട്. സോ എല്ലാം തന്നെയും യൂസ് ചെയ്ത് നോക്കുക. സോ ഓവറോൾ ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി, അതേപോലെ AI ഫീച്ചറുകൾ എല്ലാം കൂടി ഞാൻ പറഞ്ഞപ്പോൾ എല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? എന്നെ സംബന്ധിച്ച് വളരെ സ്ലീക്കായ, സ്ലിമ്മായ ഒരു ഫോൺ, കേപ്പബിളായ ഒരു ക്യാമറയുണ്ട്, ഡീസൻ്റായ പെർഫോമൻസ് ഉണ്ട്, ലോട്ട് ഓഫ് AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്, അത്യാവശ്യം നല്ല ബാറ്ററി സെറ്റപ്പ് ഉണ്ട്, നല്ല ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. സോ എല്ലാം കൊണ്ടും വിവോയുടെ ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തവണയും ഒരു ഡീസൻ്റായ, നല്ല ഒരു ക്യാമറ സെൻട്രിക് ആയ ഒരു നല്ല നൈസ് ക്യൂട്ട് നീറ്റ് ഫോണാണ് വിവോ ഇറക്കിയിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ചില ഓഫറുകൾ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. സോ ഓഫറുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. പിന്നെ പ്രൈസ്, ഇതിൻ്റെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീനിൽ കാണാം ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ. സോ അപ്പോൾ ഈ പ്രൈസിന് ഈ ഒരു ഫോൺ വർത്തായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ അതാണ് വിവോ V50e എന്ന ഫോണിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.